മുൻപുള്ള നമ്മുടെ പഴനി യാത്രയിലെ സ്റ്റേ ചെയ്യാനുള്ള ബഡ്ജറ്റ് റൂമായ ദണ്ഡപാണിപുരത്തെക്കുറിച്ചുള്ള വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും എന്നാൽ കമന്റ് ബോക്സിൽ മിക്കപ്പോഴും കിട്ടുകയില്ല എന്നായിരുന്നു എല്ലാവരുടെയും അനുഭവം. എന്നാൽ ഈ വട്ടത്തെ നമ്മുടെ പഴനി യാത്രയിൽ അങ്ങനെ റൂം കിട്ടാത്തവർക്കായി പുറത്ത് നല്ലൊരു ബഡ്ജറ്റ് റൂം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് ഈ റൂം. ഞങ്ങൾ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഈ കാണുന്ന വലിയ റൂമാണ് എടുത്തത്. ഇവിടെ 10-12 പേരോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്നതും 4 കട്ടിലുകളും ഒരു അറ്റാച്ച്ഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമും വാഷ് ബേസും പിന്നെ റെഡി ആവാനുള്ള ഒരു മിററും, അതുമാത്രമല്ല റെസ്റ്റ് എടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് കാണാനായിട്ട് ഒരു ടിവിയും. ശ്രദ്ധിക്കുക, അറ്റാച്ച്ഡ് ബാത്റൂം മാത്രമല്ല തൊട്ട് പുറത്ത് തന്നെ 4 ബാത്റൂം കൂടി അധികം ഇവിടെയുണ്ട്. ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് പഴനിമല കാണാൻ നല്ല രീതിയിൽ സാധിക്കും. ഇത്രയും സൗകര്യമുള്ള റൂമിന് സീസൺ ടൈം ആയിട്ട് പോലും ഞങ്ങൾക്കായത് 1500 രൂപ മാത്രമാണ്. സിംഗിൾ റൂമിന് 700 രൂപയാണ് ഞങ്ങൾ നിന്ന സമയത്ത് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് സീസൺ ഔട്ട് ആകുമ്പോഴത്തേനെ നിങ്ങൾക്ക് ഈ പൈസ നല്ല രീതിയിൽ കുറയും. അതല്ലാത്ത പക്ഷം നമ്മൾ കുറച്ച് ബാർഗെയിനൊക്കെ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ പൈസ കുറയ്ക്കാൻ സാധിക്കും. ഇനി അവസാനമായിട്ട് നമ്മുടെ റൂമിൻ്റെ ലൊക്കേഷൻ പറയാം. നമ്മുടെ ദണ്ഡപാണി നിലയം കഴിഞ്ഞിട്ട് ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് അടുത്ത ലെഫ്റ്റ് ഉണ്ട്. ആ ലെഫ്റ്റ് 50 മീറ്റർ ഗ്യാപ്പിലായിട്ടാണ് ഈ ലോഡ്ജ് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ലോഡ്ജിൻ്റെ പേര് KK ലോഡ്ജാണ്. അതല്ല നിങ്ങൾക്ക് ഫോൺ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിനകത്ത് KK ലോഡ്ജ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോഡ്ജ് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കും.